ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ഒരു കൺമഷി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് തുളസിയില എടുത്ത് കഴുകി അതിൻ്റെ ഈർപ്പം മാറാനായിട്ട് വെയിലത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുവാണ്. ദെൻ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അത് കരിഞ്ഞ് ഇങ്ങനെ ഒരു ഉണങ്ങിയ പരുവത്തിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിനെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുകയാണ് അടുത്ത പരിപാടി. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത്. അപ്പോൾ എനിക്ക് നീരെടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് ഇത്രയൊന്നും കിട്ടിയില്ല, ഇത്രയേ കിട്ടിയുള്ളൂ. ദെൻ ഒരു പ്യുവറായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്, പ്യുവർ വൈറ്റ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതിനെ ഞാൻ ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ നീരിലോട്ട്. അപ്പോൾ എൻ്റെ നീര് കുറവായതുകൊണ്ട് ഒറ്റ തവണ ഡിപ്പ് ചെയ്തപ്പോഴേക്ക് തന്നെ ക്ലോത്ത് ഫുൾ അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം ആ ക്ലോത്തിനെ നന്നായിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കിയെടുക്കാം. അപ്പോൾ അതിന് കളറൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, ഗ്രീനായി മാറിയിട്ടുണ്ട്. ദെൻ ഇത് നമ്മളിവിടെ കറി ഉണ്ടാക്കാനായിട്ട് പരമ്പരാഗതമായി യൂസ് ചെയ്യുന്നൊരു ചട്ടിയാണ്. എപ്പോഴും ഇത് യൂസ് ചെയ്താണ് കേട്ടോ ഇതിൽ കരി പിടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലോത്ത് ഞാൻ കൊണ്ടുപോയി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്യുവർലി ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വിളക്കിൽ ഞാൻ എള്ളെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ തുണിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത എണ്ണ മൊത്തം അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിളക്കിലൊട്ടും എണ്ണയില്ലാത്തൊരു ലുക്കിലാണ് ഇരിക്കുന്നത്. ദെൻ നമ്മുടെ ചട്ടി, നമ്മൾ കറി ഉണ്ടാക്കാനെടുത്ത ചട്ടി, ഈ പുക അല്ലെങ്കിൽ കരി അതിൽ മൊത്തം കിട്ടുന്ന രീതിക്ക് ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഞാനെന്നിട്ട് എൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ കരി ഫുള്ള് ആ ചട്ടിക്കകത്തോട്ട് കിട്ടുന്ന രീതിക്ക് വേണം സെറ്റ് ചെയ്യാൻ. അറ്റ് ലാസ്റ്റ് എനിക്ക് ഇത്രയും കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിളക്കിൻ്റെ കണ്ടീഷൻ്റെ എങ്ങനെയായിരുന്നു അറ്റ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ആ ചട്ടിയിലുള്ള കരി കാർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കിയെടുക്കാം. അല്ലാണ്ട് ഇത് ചട്ടിയിൽ വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ മോയ്സ്ചറൈസറിൻ്റെ ടിന്നിലോട്ട് മാറ്റുകയാണ്. ഒട്ടും ഈർപ്പമില്ലാത്തൊരു ടിന്നിലോട്ട് വേണം വെക്കാനായിട്ട്. ഇതിലോട്ട് ആവണക്കെണ്ണയോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.